കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ അനിശ്ചിതത്വം തുടരുന്നു. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. ഇന്ന് ദില്ലിയിൽ ചേരുന്ന സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനം ഉണ്ടാകാൻ സാധ്യതയില്ല. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച അന്തിമ തീരുമാനം ഏപ്രിൽ 14-ന് ശേഷമാകും. അതേസമയം പത്തനംതിട്ട ജില്ലയിലെ സീറ്റിനെ ചൊല്ലി ആശയക്കുഴപ്പം തുടരുന്നു. ആന്റോ ആന്റണിക്ക് പകരം ആളെ കണ്ടെത്താൻ ചർച്ചകൾ സജീവം. വിവരങ്ങളുമായി സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. സന്തോഷ്, പ്രമുഖ ഗ്രൂപ്പ് നേതാക്കളും സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം ദില്ലിയിലുണ്ടെന്നാണ് നേരത്തെ സന്തോഷ് വിവരങ്ങൾ നൽകിയത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആനന്ദ്, ഈ അല്പസമയത്തിനകം ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാർ റൂമിൽ വച്ച് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ആരംഭിക്കും. ഇതിനായി രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ അങ്ങോട്ട് സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുന്ന ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത്, ഈ നിലവിൽ വരുന്ന 20 മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് 5 സിറ്റിംഗ് എംപിമാരുടെ കാര്യത്തിൽ മാത്രമേ ഒരു തീരുമാനത്തിലെത്തിയിട്ടുള്ളൂ. അത് ഹൈക്കമാൻഡ് നേരത്തെ പറഞ്ഞതാണ്, സിറ്റിംഗ് എംപിമാർക്ക് സ്ഥാനം കൂടും. പക്ഷേ ഈ സിറ്റിംഗ് എംപിമാരിൽ തന്നെ 3 മണ്ഡലങ്ങളിൽ ഇപ്പോഴും വളരെ രൂക്ഷമായ തർക്കം നിൽക്കുന്നു. അത് പ്രധാനപ്പെട്ടത് വയനാട്, വടകര, ആലപ്പുഴ. വയനാട് ഷാനവാസ് മരിച്ചതിനെ തുടർന്ന് അവിടെ വന്ന ഒഴിവിലേക്ക് 4 പേരാണ് ഈ ഗ്രൂപ്പുകളിൽ നിന്നായി അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. വടകരയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മത്സരിക്കില്ല എന്ന നിർബന്ധത്തിൽ തന്നെയാണ്. എന്നാൽ മുല്ലപ്പള്ളി മത്സരിക്കണമെന്ന് AI ഗ്രൂപ്പുകൾ സംയുക്തമായി പറയുന്നു. മുല്ലപ്പള്ളി ആകട്ടെ അതിന് കഴിയില്ല എന്ന ഒറ്റ നിർബന്ധത്തിലും പകരം KK രമയെ കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്വതന്ത്രരെ അവിടെ നിർത്താനുള്ള ആലോചനയൊക്കെ നടക്കുന്നുണ്ട്. വടകരയിൽ പോലും മുല്ലപ്പള്ളി അല്ല എങ്കിൽ പകരം ആര് എന്ന സംബന്ധിച്ച് 3-4 പേരുകൾ അവിടെ സജീവമായുണ്ട്. കൂടാതെ ആലപ്പുഴയാണ്. ആലപ്പുഴയും KC വേണുഗോപാലാകട്ടെ ഇന്നലെയാണ് പെട്ടെന്ന് രംഗത്തെത്തി താൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന് ആ ചുവടുമാറ്റം കോൺഗ്രസ് വിമർശനത്തോടെ കാണുന്നു. പ്രത്യേകിച്ച് LDF ആരിഫിനെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് KC വേണുഗോപാൽ പിന്മാറ്റം അറിയിച്ചത്. ഇത് പേടിച്ച് പിന്മാറുന്നതാണ് എന്ന് കരുതപ്പെടും എന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് KCയെ തന്നെ അവിടെ നിൽക്കണം എന്ന് അവർ ആവശ്യപ്പെടുന്നു. KC വേണുഗോപാലായിട്ട് കഴിയില്ല എന്ന ഒറ്റ നിർബന്ധത്തിലും അങ്ങനെ സിറ്റിംഗ് ആയ 3 സീറ്റുകളിൽ തർക്കം. ബാക്കി നേരത്തെ 2014 പോലും വിജയിക്കാത്ത സീറ്റുകളിലാകട്ടെ 3ഓളം പേരുകളാണ് ഏറ്റവും കുറവ് ഓരോ മണ്ഡലങ്ങളിലുള്ളത്. അതിൽ ആന്റോ ആന്റണി മത്സരിക്കുന്ന സിറ്റിംഗ് സീറ്റായ പത്തനംതിട്ടയിൽ ഇപ്പോൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരിക്കുന്ന ആന്റോ വീണ്ടും അവിടെ നിന്നാൽ ജയസാധ്യത കുറവാണ് എന്നതാണ്. അതുകൊണ്ട് ഉമ്മൻചാണ്ടിയെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുക എന്ന രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട്. പക്ഷെ ഉമ്മൻചാണ്ടിയും താൻ മത്സരിക്കില്ല എന്ന ഒറ്റ നിർബന്ധത്തിലാണ്. ആന്റോ ആന്റണിയെ പിന്നീട് കോട്ടയത്തേക്ക് മാറ്റുക, പകരം ഉമ്മൻചാണ്ടിയെ പത്തനംതിട്ട, അങ്ങനെ ഒരു ഫോർമുല രൂപപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൽ ആന്റോ ആന്റണിക്ക് താല്പര്യമില്ല. ഉമ്മൻചാണ്ടി ആകട്ടെ താൻ മത്സരിക്കാനില്ല എന്ന നിർബന്ധത്തിൽ തന്നെയാണ് അദ്ദേഹവും നിൽക്കുന്നത്. കോട്ടയം സീറ്റ് KM മാണിന്ന് ലഭിച്ചിട്ട് ഇടുക്കി അവർക്ക് വിട്ടു നൽകുക, കോട്ടയം സീറ്റിൽ മകൻ ചാണ്ടി ഉമ്മനെ മത്സരിക്കുക എന്നൊരാഗ്രഹം ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തും വിഭാഗത്തിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ബെന്നി ബെഹനാന് വേണ്ടി ചാലക്കുടി സീറ്റും സജീവമായി ചർച്ചയിലാണ്. എന്തായാലും ഇന്ന് ഇത്തരത്തിലൊരു ഒരു അന്തിമ തീരുമാനത്തിൽ കോൺഗ്രസ് എത്തില്ല. പകരം 14-ാം തീയതി രാഹുൽ ഗാന്ധി കേരളത്തിലെത്തുമ്പോൾ ഇത് പ്രഖ്യാപിക്കുമെന്ന് തീരുമാനിച്ചെങ്കിൽ അത് നടക്കാൻ എന്തായാലും സാധ്യതയില്ല. അതിനുശേഷം തിരിച്ച് രാഹുൽ ഗാന്ധി ഡൽഹിയിലെത്തി 15-ാം തീയതിക്ക് ശേഷമായിരിക്കും വീണ്ടും ചർച്ചകൾ ആരംഭിക്കുക. ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ഇക്കാര്യം ഓരോ മണ്ഡലങ്ങളും ഒരാളുടെ പേര് നിർദ്ദേശിക്കാനായിരിക്കും പറയുക. സന്തോഷ്, ഏതായാലും വളരെ നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കേരളത്തിലാണെങ്കിൽ LDF പ്രചരണ രംഗത്ത് ഇറങ്ങിയും കഴിഞ്ഞു. ഒരു ആഭ്യന്തരമായി വലിയൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അനുഭവിക്കുന്നുണ്ട്, ഇല്ലേ? തീർച്ചയായും ഈ 5 സിറ്റിംഗ് സീറ്റുകളിൽ എംപിമാർ സ്വന്തം നിലയ്ക്ക് പ്രചാരണം ആരംഭിച്ചു എന്നതിനപ്പുറത്തേക്ക് ബാക്കിയുള്ള 15ഓളം സീറ്റുകളിൽ ഒരു പ്രചാരണവും തുടങ്ങാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥികൾ ആരെ എന്തൊക്കെ AI ഗ്രൂപ്പുകൾ ഭിന്ന അഭിപ്രായത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. അങ്ങനെ AI ഗ്രൂപ്പുകളിൽ തന്നെ 2 പേരുകൾ വീതമാണ് ഓരോ മണ്ഡലങ്ങളിലും ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഏക അഭിപ്രായത്തിൽ എത്താൻ കഴിയാത്ത ആശയക്കുഴപ്പമുണ്ട്. ഇനി അത് മണ്ഡലങ്ങളുടെ പ്രചാരണത്തെ ബാധിക്കുകയും ചെയ്യും. ശരി, വ്യക്തമാണ് സന്തോഷ്. ഏതായാലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ ബാലൻസിൽ എത്തിക്കാനാകുന്നില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയം നീണ്ടുപോകുന്നു. ദില്ലിയിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ്. ഗ്രൂപ്പ് നേതാക്കളടക്കം സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നവരടക്കമുള്ള വലിയൊരു നിര തന്നെ ദില്ലിയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് സന്തോഷ് സർലിംഗ് നൽകുന്ന വിശദാംശങ്ങൾ. കേരള കോൺഗ്രസ് എമ്മിലെ സ്ഥാനാർത്ഥി നിർണയ പ്രതിസന്ധിയും തുടരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ ഇന്ന് KM മാണിയുടെ വസതിയിൽ നടക്കും. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ KM മാണിയെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ചകൾ. വിവരങ്ങളുമായി TP പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, എപ്പോഴാണ് ഈ യോഗങ്ങൾ ആരംഭിക്കുക? എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദാംശങ്ങൾ? ഏതായാലും
തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കേരള കോൺഗ്രസ് കടന്നു പോകുന്നു. അത്തരത്തിൽ വലിയ ഒരു തരത്തിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം പാർലമെന്ററി കമ്മിറ്റിയും സ്റ്റിയറിംഗ് കമ്മിറ്റിയും കൂടിയെങ്കിലും സ്ഥാനാർത്ഥി ആരാകണമെന്ന് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. കാരണം മറ്റൊരു വർക്കിംഗ് ചെയർമാൻ തന്നെ മത്സരിക്കണമെന്നുള്ള മോഹം ഇരു കമ്മിറ്റികളും അറിയിക്കുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ഒടുവിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി കെ മാണിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കെ മാണിയെ ചുമതല നിർവഹിക്കാനുള്ള ഒരു നിർവഹിക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് മണ്ഡലം ഭാരവാഹികളെല്ലാം തന്നെ അദ്ദേഹം വീട്ടിൽ നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നവരുമായി അതിനുശേഷം ആയിരിക്കും ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുക. കാരണം മറ്റൊരു വർക്കിംഗ് ചെയർമാൻ തന്നെ മത്സരിക്കണമെന്നുള്ള മോഹം അറിയിച്ചപ്പോൾ പാർലമെന്ററി കമ്മിറ്റി യോഗത്തിൽ ആ സംബന്ധിച്ച എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ടായി. കാരണം തങ്ങളുടെ തട്ടകമായ കോട്ടയത്ത് മത്സരിക്കുന്നതിന് പ്രായോഗികമായ ബുദ്ധിമുട്ട് ഉണ്ട് എന്നാണ് പിരിയോസിനെ അറിയിച്ചിരുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തപ്പോൾ MLA-മാർ ആരും തന്നെ ശരി പ്രശാന്ത്, വ്യക്തമാണ്. ഏതായാലും സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ചുമതലപ്പെടുത്തിയതനുസരിച്ച് KM മാണിയുടെ വസതിയിൽ നിന്ന് നിർണായകമായ കൂടിക്കാഴ്ചകൾ നടക്കും. ഏതായാലും കേരള കോൺഗ്രസ് എമ്മിന്റെയും സ്ഥാനാർത്ഥി നിർണയം അനിശ്ചിതത്വത്തിൽ തന്നെ തുടരുകയാണ്. ഇപ്പോഴും തീരുമാനമുണ്ടാകുമോ എന്നറിയാൻ കാത്തിരിക്കാം. ഏതായാലും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കത്തിന് കൊടിയേറിയിരിക്കുകയാണ്. കേന്ദ്രം ഭരിക്കുന്ന NDA ഒരു വശത്തും 21 പ്രതിപക്ഷ പാർട്ടികൾ മറുപക്ഷത്തും അണിനിരക്കുന്ന തെരഞ്ഞെടുപ്പിനായി രാജ്യവും ഒരുങ്ങുന്നു. 2014 കുറഞ്ഞ ഭൂരിപക്ഷത്തിന് BJP വിജയിച്ച 117 സീറ്റുകൾ ഇത്തവണ NDAയുടെ വിജയപരാജയം നിശ്ചയിക്കും. 3 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ തള്ളിയിട്ട കർഷക പ്രക്ഷോഭങ്ങൾ, നോട്ടുമാറ്റമുണ്ടാക്കിയ ദുരിതം, GSTയിലൂടെ അടിത്തറ തകർന്ന ചെറുകിട കച്ചവട മേഖല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിരവധി. 3 ദശാബ്ദത്തിനു ശേഷം ആദ്യമായാണ് BJPക്ക് 2014 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ 5 വർഷത്തിനു ശേഷം കാര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശ്, കർണാടക, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നായി വെറും 10% താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ച 117 ലോക്സഭാ മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ ഇത്തവണ അനുകൂലമല്ല. ഉത്തർപ്രദേശിൽ 10,000 താഴെ മാത്രം ഭൂരിപക്ഷത്തിലാണ് 34 സീറ്റിൽ ജയിച്ചത്. സമാജ്വാദിയും BSPയും സഖ്യമായതോടെ ഈ സീറ്റുകളിൽ BJP പരാജയപ്പെടുമെന്ന് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിലും ജാർഖണ്ഡിലുമായി 10ഓളം സീറ്റുകളിൽ 2014 ഭൂരിപക്ഷം 10,000 താഴെയായിരുന്നു. ഇവിടങ്ങളിൽ വോട്ട് ചോർച്ച തടയാൻ പ്രതിപക്ഷം സഖ്യമായി മത്സരിക്കുന്നു. പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ തവണ ആകെ ലഭിച്ച 5 സീറ്റ് ഇത്തവണ ഒപ്പമുണ്ടാകില്ലെന്നും സൂചന. കേരളത്തിലെ 20 സീറ്റുകളിലും പ്രതീക്ഷ വേണ്ടെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് മുഴുവൻ സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സീറ്റുകളേറെയും സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരുന്ന അവസ്ഥയാണ്. പ്രാദേശിക പാർട്ടികൾ ചുവടുറപ്പിക്കാം. 130 മില്യൺ വരുന്ന യുവ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നതാണ് പ്രധാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ലോക്സഭയോടൊപ്പം തെരഞ്ഞെടുപ്പുകൾ നടക്കുക. അതേസമയം ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തേണ്ട എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഒറ്റഘട്ടമായി ഏപ്രിൽ 11-നാണ് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഒഡീഷയിലാകട്ടെ 4 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. ഒഡീഷയിൽ ഏപ്രിൽ 11-ന് ആദ്യഘട്ടം ആരംഭിക്കും. അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഒറ്റഘട്ടമായി ഏപ്രിൽ 11 തന്നെയാണ് തെരഞ്ഞെടുപ്പ്. ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ മെയ് 23-ന് ഫലപ്രഖ്യാപനം ഉണ്ടാകും. The commission has decided to hold elections for these legislative assemblies for these 4 states simultaneously with the general elections to the 17th Lok Sabha. 176 നിയമസഭാ സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ 99 സീറ്റുകളുമായി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയാണ് ഭരിക്കുന്നത്. 66 സീറ്റുള്ള YSRCP ആണ് ആന്ധ്രയിലെ പ്രതിപക്ഷം. 3 നിയമസഭാ സീറ്റുകൾ മാത്രമേ BJPക്ക് ആന്ധ്രയിലുള്ളൂ. 32 നിയമസഭാ സീറ്റുള്ള സിക്കിമിൽ 23 സീറ്റ് കൈവശമുള്ള സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ പ്രതിപക്ഷമായ SKMനെ കൂട്ടുപിടിച്ച് താഴെയിടാനുള്ള തന്ത്രങ്ങളാണ് BJP ഇത്തവണ മെനയുന്നത്. 147 സീറ്റുള്ള ഒഡീഷയിൽ 117 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന BJD ഇത്തവണയും മന്ത്രിസഭ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കോൺഗ്രസിന് 16 സീറ്റും BJPക്ക് 10 സീറ്റുമാണ് ഒഡീഷയിലുള്ളത്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പിന്നിൽ മോദി സർക്കാരിന് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം. 60 നിയമസഭാ സീറ്റുള്ള അരുണാചൽ പ്രദേശിൽ 48 സീറ്റുമായി BJPയാണ് അധികാരത്തിൽ. 5 സീറ്റുള്ള NPPയും 2 സീറ്റുള്ള INDയും BJPക്കൊപ്പമാണ്.
പ്രതിപക്ഷമായ കോൺഗ്രസിന് 5 സീറ്റുകൾ മാത്രമാണ് അരുണാചലിലുള്ളത്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ഭിന്നത രൂക്ഷമായിരിക്കെ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മതിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തണമെന്ന കാശ്മീരി നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം പ്രഖ്യാപിച്ചത്. കാശ്മീരിൽ 6 ലോക്സഭാ സീറ്റുകളിലേക്ക് 5 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലത്ത് KN ബാലഗോപാലിനായി വോട്ട് അഭ്യർത്ഥിച്ച മുഖ്യമന്ത്രി ഇടതുമുന്നണി ലോക്സഭയിൽ അംഗത്വം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ സമയം ലഭിച്ചത് പ്രചരണം നന്നാക്കുമെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു. കൊല്ലത്ത് ദേശാഭിമാനിയുടെ എഡിഷൻ ഉദ്ഘാടന വേദിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൂടി വേദിയായത്. ദേശാഭിമാനി കൊല്ലം എഡിഷൻ കെട്ടിടത്തിന്റെയും പ്രസിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും നിർവഹിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി KN ബാലഗോപാലിനായി വോട്ട് അഭ്യർത്ഥിച്ചത്. ഈ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുകയായിരുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ സഖാവ് ബാലഗോപാൽ ഇവിടുത്തെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ നമുക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും ആകാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23-ന് നടത്തുന്നത് നന്നായെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുമുന്നണി MLA-മാരെ മത്സരിപ്പിക്കുന്നതിനെ പരിഹസിക്കുന്ന BJP കുമ്മനത്തെ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് മത്സരിപ്പിക്കുന്നതിനെ തിരിച്ചു പരിഹസിച്ചു. വോട്ടർമാരെ കാണാൻ കൂടുതൽ സമയം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് KN ബാലഗോപാലും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രതിലോമ ശക്തികളുടെ അക്രമങ്ങൾക്ക് ഇരയായവരുടെ വീടുകൾ സന്ദർശിച്ചാണ് വടകരയിലെ LDF സ്ഥാനാർത്ഥി P ജയരാജൻ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. കൂത്തുപറമ്പിൽ പുഷ്പനെയും രക്തസാക്ഷികളുടെ അമ്മമാരെയും കുടുംബാംഗങ്ങളെയും കണ്ട് വോട്ട് അഭ്യർത്ഥിച്ച അദ്ദേഹത്തെ വികാരനിർഭരമായാണ് എല്ലാവരും സ്വീകരിച്ചത്. കൂത്തുപറമ്പ് വെടിവെപ്പിൽ ശയ്യാവലംബിയായി കഴിയുന്ന മേനപ്രം പുഷ്പനെ സന്ദർശിച്ചാണ് P ജയരാജൻ തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. കൂടുതൽ സന്തോഷവാനായിരുന്നു പുഷ്പൻ. സ്ഥാനാർത്ഥിക്ക് അദ്ദേഹം എല്ലാ വിജയാശംസകളും നേർന്നു. ചെറ്റക്കണ്ടി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് രക്തസാക്ഷി മണ്ഡപത്തിലും സുബീഷിന്റെ വീട്ടിലും P ജയരാജൻ സന്ദർശനം നടത്തി. 1981-ൽ RSS സംഘം കൊലപ്പെടുത്തിയ മൂർക്കോത്ത് ചന്ദ്രന്റെയും 2015-ൽ RSS ബോംബെറിഞ്ഞുകൊന്ന പള്ളിച്ചാൽ വിനോദന്റെയും വീടുകൾ P ജയരാജൻ സന്ദർശിച്ചു. RSS പ്രവർത്തകരാൽ കൊല്ലപ്പെട്ട താഴേക്കുന്നത്തുപറമ്പിൽ അജയൻ, പാറാടുപുത്തൂരിലെ കല്ലായി അനീഷ്, പറമ്പത്ത് അജയൻ എന്നിവരുടെ വീടുകളും P ജയരാജൻ സന്ദർശിച്ചു. ഇവരുടെയെല്ലാം കുടുംബാംഗങ്ങളെ കണ്ട് സ്ഥാനാർത്ഥിയായ വിവരവും അതുപോലെ തന്നെ എല്ലാ സഹകരണങ്ങളും അഭ്യർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം പടിയിറങ്ങിയത്. രക്തസാക്ഷി കുടുംബങ്ങളിൽ വികാരനിർഭരമായ സ്വീകരണമായിരുന്നു P ജയരാജന് ലഭിച്ചത്. ഓരോ കുടുംബാംഗങ്ങളും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എന്നും കൂടെയുണ്ടാകുമെന്നും വിജയം സുനിശ്ചിതമാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ടാണ് P ജയരാജനെ യാത്രയാക്കിയത്. ഏറ്റവും അവസാനമായി ഇന്നത്തെ ആദ്യത്തെ പര്യടനത്തിൽ അദ്ദേഹം വനിതാ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ആദ്യത്തെ പര്യടനം അവസാനിപ്പിച്ചത്. വടകര മണ്ഡലത്തിൽ നിന്നും ക്യാമറമാൻ ഫിറോഷ് കൂട്ടാലിക്കൊപ്പം PV ജോഷില. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ PK ശ്രീമതി ടീച്ചർ. മുഖാമുഖം പരിപാടിയിൽ കണ്ണൂരിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ കച്ചവടക്കാരും വ്യവസായികളും ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽപ്പെട്ടവരെത്തി. സ്ത്രീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങോടുകൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ശ്രീമതി ടീച്ചറുടെ ആദ്യ പ്രചരണ ദിനം അവസാനിച്ചത്. മണ്ഡലത്തിൽ ഏതു പരിപാടിക്ക് ക്ഷണിച്ചാലും നിരസിക്കാതെ സമയം കണ്ടെത്തി പങ്കെടുക്കുന്നതാണ് ശ്രീമതി ടീച്ചറുടെ ശീലം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ പ്രചരണ ദിനത്തിലും നേരത്തെ നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളും പ്രചരണ പരിപാടികളുമായി മുഴുവൻ സമയവും ജനങ്ങൾക്കിടയിലായിരുന്നു ശ്രീമതി ടീച്ചർ. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള 3 മുഖാമുഖം പരിപാടികളായിരുന്നു പ്രധാന പ്രചരണ പരിപാടി. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവർ കണ്ണൂരിന്റെ ആവശ്യങ്ങൾ ശ്രീമതി ടീച്ചർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മനസ്സുകൊണ്ട് വീണ്ടും ശ്രീമതി ടീച്ചറെ കണ്ണൂരിലെ വോട്ടർമാർ തിരഞ്ഞെടുത്തു എന്ന് വ്യക്തമാകുന്നതായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. ഈ മണ്ഡലത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുന്ന, നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ വികസന രംഗത്ത് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ആണ് വേണ്ടതെന്നുള്ള ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖമാണ് എല്ലായിടങ്ങളിലും ഞാൻ കണ്ടത്. സാമൂഹ്യ സേവന രംഗത്തെ മികവിന് കൃഷ്ണ ജ്വൽസ് ഏർപ്പെടുത്തിയ 2019 സ്ത്രീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതായിരുന്നു മറ്റൊരു പരിപാടി. പ്രൗഢമായ ചടങ്ങിൽ
വ്യവസായ മന്ത്രി EP ജയരാജനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കണ്ണൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ചാണ് ശ്രീമതി ടീച്ചറെ സ്ത്രീശക്തി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറിന് വിജയാശംസ നേർന്ന എഴുത്തുകാരി P വത്സല. വികസന രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്തിയ പ്രദീപ് കുമാർ വിജയിക്കണമെന്ന് P വത്സല അഭിപ്രായപ്പെട്ടു. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും A പ്രദീപ് കുമാർ വോട്ടഭ്യർത്ഥന തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ എഴുത്തുകാരി P വത്സലയെ വീട്ടിലെത്തി കണ്ടത്. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ P വത്സല വികസന കാര്യങ്ങൾ പ്രദീപ് കുമാറുമായി സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പ്രദീപ് കുമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്ന് P വത്സല പറഞ്ഞു. വേറിട്ട വികസന മാതൃക അവതരിപ്പിച്ച പ്രദീപ് കുമാർ പാർലമെന്റിലെത്തണമെന്നും വത്സല അഭിപ്രായപ്പെട്ടു. ഏറ്റവും താഴെ സാമ്പത്തിക നിലയിലുള്ളവർ മുതൽ ഏറ്റവും ഉയർന്ന മണ്ഡലത്തിലുള്ളവർ പോലും കാക്ഷിക്കുന്നത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം. അതാണ് നമ്മളുടെ ഒരു വികാസത്തിൻ്റെ തന്നെ തെളിവ്. അപ്പോൾ ഇങ്ങനെ ഒരു രംഗം അത് കയ്യിലെടുത്തു എന്നത് നമ്മൾക്കൊക്കെ ആശാവഹമായ പ്രതീക്ഷ നൽകും. ദീപകുമാർ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച, ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആയിരിക്കും. വികസനം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാവുമെന്ന് പ്രദീപ് കുമാറും വ്യക്തമാക്കി. കോഴിക്കോട് ആവുമ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെടും. കാരണം നമ്മളെല്ലാം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ അതിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികൾ നമ്മുടെ അടുത്തുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ഉയർന്നവരും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ഈ മണ്ഡലത്തിൽ തീർത്തും അനുകൂലമായിരിക്കും. AK ലതീഷ്, കോഴിക്കോട്. LDF എറണാകുളം ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഇന്ന് നടക്കും. കൺവെൻഷൻ MA ബേബി ഉദ്ഘാടനം ചെയ്യും. വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് ഇടതു സ്ഥാനാർത്ഥി P രാജീവ്. വോട്ടർമാരിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു. വൈകിട്ട് 5-ന് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉദ്ഘാടനം ചെയ്യും. ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കും. കൺവെൻഷനോടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സംവിധാനം ആകെ പൂർണ്ണമായും പ്രവർത്തിച്ചു തുടങ്ങും. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പ്രമുഖരെ നേരിട്ട് കാണുന്ന തിരക്കിലായിരുന്നു സ്ഥാനാർത്ഥി P രാജീവ്. പ്രൊഫസർ MK സാനു, ഡോക്ടർ M ലീലാവതി എന്നിവരെ സന്ദർശിച്ച് ആദ്യ ദിനം തന്നെ അനുഗ്രഹം തേടിയിരുന്നു. അന്തരിച്ച CPM നേതാക്കളായ E ബാലാനന്ദൻ, സൈമൺ ബ്രിട്ടോ എന്നിവരുടെ വീടുകളിലെത്തി വോട്ടഭ്യർത്ഥിച്ചായിരുന്നു 2ാം ദിവസത്തെ പര്യടനത്തിന്റെ തുടക്കം. ആവേശകരമായ പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് P രാജീവ് പറഞ്ഞു. വളരെ ആവേശകരമായിട്ടുള്ള പ്രതികരണമാണ് പൊതുവെ സമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർ, മുന്നണി പ്രവർത്തകർ എല്ലാം തന്നെ നല്ല ആവേശത്തോടുകൂടി സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ആവേശത്തെ വോട്ടാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളിലാണ് ഇനി ഏർപ്പെടേണ്ടത്. കേരളത്തിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 23-നായതിനാൽ പ്രചരണത്തിന് മതിയായ സമയം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രമുഖരെ കണ്ട് വോട്ടഭ്യർത്ഥിച്ചുള്ള പ്രചരണം ഇന്നും തുടരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വയനാട് വടക്കനാട് ഭീതി പരത്തിയ കാട്ടാനയെ മയക്കുവെടി വെച്ച് പിടികൂടി. 3 കുങ്കിയാനകളുടെ സഹായത്തോടെ വനം വകുപ്പ് ഇന്ന് രാവിലെയാണ് ആനയെ പിടികൂടിയത്. കുങ്കിയാനകളുടെ സഹായത്തോടെ വടക്കനാട് കൊമ്പനെ കാടിന് പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുന്നു. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടവും കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ പ്രവർത്തനങ്ങളുമായിരിക്കും തന്റെ പ്രചരണത്തിൽ മുഖ്യമെന്ന് C ദിവാകരൻ. തിരുവനന്തപുരം വിമാനത്താവളം പോലും കച്ചവടമാക്കിയ സിറ്റിംഗ് MPയുടെ വികസന വിരോധം ജനങ്ങൾ മനസ്സിലാക്കി തന്നെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്നും തിരുവനന്തപുരം LDF സ്ഥാനാർത്ഥി C ദിവാകരൻ അഭിപ്രായപ്പെട്ടു. ഒരു വശത്ത് തിരുവനന്തപുരത്തിന് വാഗ്ദാനങ്ങൾ മാത്രം നൽകി പറ്റിച്ച സിറ്റിംഗ് MP ശശി തരൂർ, മറുവശത്ത് രാജ്യത്ത് തന്നെ അഴിമതി നടത്തി കുത്തകകൾക്ക് തീരെഴുതിയ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുകാർ തന്നെ സ്വീകരിക്കുമെന്ന് ഉറപ്പാണ്. എതിരാരാണെന്ന് നോക്കിയല്ല, നാടിന്റെ വികസനത്തിന് വേണ്ടിയാണ് താൻ മത്സരിക്കുന്നതെന്നും തിരുവനന്തപുരം LDF സ്ഥാനാർത്ഥി C ദിവാകരൻ പറഞ്ഞു. നമ്മുടെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന ആളുകൾ മറുപടി പറയേണ്ട ഒരു കാര്യം ഞാൻ ഗൗരവമായി തിരുവനന്തപുരത്തെ പൗരാവലിയുടെ മുമ്പിൽ, വോട്ടർമാരുടെ മുമ്പിൽ ഉന്നയിക്കാൻ. ഈ തിരുവനന്തപുരത്തിന് കേരളത്തിൻ്റെ ഒരു അഭിമാനവും സമ്പത്തും സ്വപ്നവുമാണ് അന്താരാഷ്ട്ര വിമാനത്താവളം. എന്തിനാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം ഈ അദാനിക്ക് കൈമാറി? നഗ്നമായ കച്ചവടമല്ലേ? ആ കച്ചവടത്തിനെ എതിർക്കാൻ ഞങ്ങളല്ലാതെ, നിങ്ങൾ ഈ പറയുന്ന 3ാം സ്ഥാനക്കാരല്ലാതെ, ഇടതുപക്ഷ പ്രസ്ഥാനമല്ലാതെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടോ?
താൻ നിന്നിടത്തെല്ലാം വിജയം കണ്ടിട്ടുണ്ട്, വിജയിച്ചിടത്തെല്ലാം വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെയും തന്റെയും വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് പറയാൻ തെരഞ്ഞെടുപ്പ് വരെയുള്ള ദിവസങ്ങൾ ധാരാളമാണെന്നും അദ്ദേഹം പറഞ്ഞു. കരുതാപ്പള്ളി പോകുമ്പോൾ അത് സിറ്റി സീറ്റ് അല്ലത്, ഞാൻ കൈവശി പോയതാ. അതാ ഇവിടുത്തെ എത്ര 150 കിലോമീറ്റർ അകലെയാണ്, എനിക്ക് ഒരു പരിചയമില്ല. ഞാൻ അവിടെ ജയിച്ചത് മാത്രമല്ല, അവിടെ എല്ലാം ചെയ്തു. ഇവിടെ ജനപ്രതിനിധികൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ അറിയാൻ ചോദിച്ചാൽ, നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് കരുതാപ്പള്ളിയിൽ. അവിടെ 10 കൊല്ലം ഞാൻ എന്താണ് ചെയ്തത്? നിങ്ങൾ നെടുവങ്ങാട്ട് പോയി ചോദിച്ചു നോക്ക്, 2.5 കൊല്ലം ആളുകൾ. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എതിർ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാത്തതിന്റെ മേൽക്കൈ നേടി ആറ്റിങ്ങലിൽ LDF പ്രചരണം ആരംഭിച്ചു. തന്റെ കന്നിയംഗത്തിൽ പരാജയപ്പെടുത്തിയ കോൺഗ്രസിന്റെ തലേക്കുന്നിൽ ബഷീറിനെ കണ്ടതിനു ശേഷമാണ് സിറ്റിംഗ് MP-യായ A. സമ്പത്ത് പ്രചരണം ആരംഭിച്ചത്. അടൂർ പ്രകാശ് ആയിരിക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കെ UDF-ഉം ചുവരെഴുത്ത് ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 23-ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ പ്രചരണം ശക്തമാക്കി മുൻപോട്ടു പോകാനാണ് മുന്നണികളുടെ തീരുമാനം. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടും ആറ്റിങ്ങലിൽ എതിരാളികൾ ആരെന്നതിന് അവ്യക്തത നിലനിൽക്കുന്നത് LDF-ന്റെ പ്രചരണത്തിന് ശക്തി കൂട്ടി. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ ചിറയിൻകീഴ് MP-യുമായ തലേക്കുന്നിൽ ബഷീറിനെ കണ്ടാണ് LDF സ്ഥാനാർത്ഥി A. സമ്പത്ത് തന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചത്. ആറ്റിങ്ങലിന്റെ വികസന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണങ്ങൾക്കുമപ്പുറം ദേശീയ രാഷ്ട്രീയ വിഷയം കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമെന്ന് A. സമ്പത്ത് പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും അത് പാർലമെന്റിൽ ഉന്നയിക്കാൻ, അപ്പോൾ അനുവദിച്ചില്ല എങ്കിൽ പാർലമെന്റിന് പുറത്ത് ഉന്നയിക്കാൻ നിങ്ങൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ആരാ ഉള്ളത്? ഞങ്ങൾ മാത്രമാണുള്ളത്. ഞങ്ങളില്ല എങ്കിൽ ഈ വിഷയങ്ങളില്ലാതാവുന്നില്ല. എന്നാൽ ഞങ്ങൾ അവിടെ ഇല്ല എങ്കിൽ ഈ വിഷയങ്ങൾ ഉന്നയിക്കാൻ പിന്നെ മറ്റാരും ഉണ്ടാവില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ഥാനാർത്ഥിയെ നിർണയിച്ചിട്ടില്ലെങ്കിലും ആറ്റിങ്ങലിൽ UDF തങ്ങളുടെ പ്രചരണവും ചുവരെഴുത്തും ആരംഭിച്ചിട്ടുണ്ട്. അടൂർ പ്രകാശിന്റെ പേരിനാണ് പ്രഥമ പരിഗണന. BJP K. സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളെ മണ്ഡലത്തിൽ പരിഗണിക്കുന്നുണ്ടെങ്കിലും പ്രത്യക്ഷ പ്രചരണം ഇനിയും ആരംഭിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന റവന്യൂ വകുപ്പ് ഭവനരഹിതർക്കായി ആവിഷ്കരിച്ച ഭൂമിഗീതം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോലുകൾ കൈമാറി. ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ ജുവലേഴ്സുമായി സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പാക്കിയത്. 24 വീടുകളാണ് ഭവനരഹിതർക്കായി ഒരുക്കി നൽകുന്നത്. തൃശൂരിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി VS സുനിൽകുമാറും കല്യാൺ ജുവലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമനും ചേർന്ന് വീടുകളുടെ താക്കോലുകൾ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കാളികളായി.